നമസ്കാരം. നോഡിറ്റിലേക്ക് സ്വാഗതം. തെരഞ്ഞെടുപ്പിന്റെ പ്രാഥമിക വിജ്ഞാപനം വന്ന് 79 ദിവസം നീണ്ടുനിന്ന തെരഞ്ഞെടുപ്പ് പ്രക്രിയയ്ക്കൊടുവിൽ നാളെ ഫലം പുറത്തു വരികയാണ്. NDAക്ക് 400 സീറ്റുകൾ വരെ പ്രവചിച്ച എക്സിറ്റ് പോൾ ഫലങ്ങളാണ് പുറത്തു വന്നത്. 350 സീറ്റ് മുതൽ 400 സീറ്റ് വരെയാണ് വിവിധ എക്സിറ്റ് പോളുകൾ NDAക്ക് പ്രവചിക്കുന്നത്. 2014-ലും 2019-ലും ഒക്കെ ഒരുവിധം എല്ലാ സർവേകളും BJPയുടെ വിജയം പ്രവചിച്ചുവെങ്കിലും സീറ്റുകൾ പ്രവചനങ്ങൾക്കനുസരിച്ചായിരുന്നില്ല. 2004-ൽ വാജ്പേയിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, രാജസ്ഥാൻ എന്നിവിടങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ ആത്മവിശ്വാസത്തിൽ ഇന്ത്യ ഷൈനിങ് അഥവാ ഇന്ത്യ തിളങ്ങുന്നു എന്ന മുദ്രാവാക്യവുമായി ലോക്സഭാ തെരഞ്ഞെടുപ്പ് തീയതികൾ നേരത്തെ പ്രഖ്യാപിച്ചു. 240 മുതൽ 275 സീറ്റുകൾ വരെ നേടി NDA അധികാരത്തിൽ വരും എന്നായിരുന്നു എക്സിറ്റ് പോളുകളുടെ അന്നത്തെ പ്രവചനം. എന്നാൽ ആ തെരഞ്ഞെടുപ്പിൽ പ്രവചനങ്ങൾ കാറ്റിൽ പറത്തി കോൺഗ്രസും സഖ്യകക്ഷികളും 216 സീറ്റുകൾ നേടി. കോൺഗ്രസ് നേതൃത്വം കൊടുത്ത സർക്കാർ അധികാരത്തിൽ വന്നു. BJPക്ക് 275 സീറ്റ് ലഭിക്കുമെന്ന കണക്ക് 187 ചുരുങ്ങുകയും ചെയ്തു. 2009-ലും കാര്യങ്ങൾ വിഭിന്നമല്ല. എക്സിറ്റ് പോളും യഥാർത്ഥ കണക്കും തമ്മിൽ നല്ല വ്യത്യാസമുണ്ടായിരുന്നു. UPAയും NDAയും തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് എക്സിറ്റ് പോളുകൾ 2009-ൽ പ്രവചിച്ചത്. 185 മുതൽ 205 വരെ സീറ്റുകൾ UPA നേടുമെന്നും 183 മുതൽ 196 സീറ്റുകൾ വരെ NDAക്ക് ലഭിക്കുമെന്നുമായിരുന്നു അന്ന് എക്സിറ്റ് പോളുകളുടെ പ്രവചനം. എന്നാൽ ഫലം പുറത്തു വന്നപ്പോൾ 262 സീറ്റുകൾ UPA നേടി എന്നത് മാത്രമല്ല, NDAക്ക് ലഭിച്ചത് 159 സീറ്റുകൾ മാത്രമാണ്. കഴിഞ്ഞ ദിവസം പുറത്തു വന്ന എക്സിറ്റ് പോളിൽ കേരളത്തിലെ കാര്യം പരിശോധിക്കാം. കേരളത്തിൽ യഥാർത്ഥ പോരാട്ടം നടന്നത് UDFും LDFും തമ്മിലാണെങ്കിലും പല പ്രവചന വിദഗ്ധരും NDAക്ക് 2ാം സ്ഥാനം നൽകി LDFിനെ 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളുന്നത് കൃത്യമായ അജണ്ടയോടുകൂടിയാണ്. BJPക്ക് കഴിഞ്ഞ പ്രാവശ്യം ലഭിച്ച സീറ്റുകൾ ഇക്കുറി ലഭിക്കില്ല എന്ന വിലയിരുത്തലുകൾ ഇതിനോടകം തന്നെ ഉണ്ടായിട്ടുണ്ട്. അതിനിടയിലാണ് NDAക്ക് വൻ മുന്നേറ്റം പ്രവചിക്കുന്ന സർവേ ഫലങ്ങൾ പുറത്തു വന്നത്. എന്നാൽ ഈ എക്സിറ്റ് പോളുകൾ ആരെയാണ് സഹായിക്കുക എന്നറിയണമെങ്കിൽ ഇന്നത്തെ മാർക്കറ്റ് നില നോക്കിയാൽ മതിയാകും. അദാനിയുടെ ഉൾപ്പെടെ സ്റ്റോക്കുകൾ ഇന്ന് ഷെയർ മാർക്കറ്റിൽ കോടികളുടെ വിൽപ്പനയാണ് നടത്തിയത്. ഇനി ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ അന്തിമ ഫലം പുറത്തു വരും. ഫലം എന്തു തന്നെയായാലും ഇതുവരെ കണ്ട നിഷ്ക്രിയരായ ജനതയെ ആകില്ല രാജ്യം ഇനി കാണാൻ പോകുന്നതെന്ന് ഉറപ്പാണ്.